ഹായ് ഓൾ. ഇന്ന് വോൾ സ്ലൈഡ് എന്ന് പറഞ്ഞ എക്സസൈസിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല കണ്ടീഷനിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫ്രോസൺ ഷോൾഡർ, അതായത് തോളിലൊരു സ്റ്റിഫ്നെസ് വരുന്ന ഒരു കണ്ടീഷനാണ്, അതിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഹ്യൂമറസ് സർജറിക്ക് ശേഷം, അതായത് ഓപ്പൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫിക്സേഷൻ, ഈ പ്ലേറ്റും സ്ക്രൂവും ഒക്കെ വെച്ച് എല്ല് ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചലനശേഷി കൂട്ടാനായിട്ട് നമുക്ക് ഈ എക്സർസൈസ് ചെയ്യാം. പിന്നെ ഇതുകൂടാതെ ഇമ്പിഞ്ച്മെൻറ്റ് സിൻഡ്രം, ഷോൾഡർ ഇമ്പിഞ്ച്മെൻറ്റ്, അതായത് കൈ ഉയർത്തുമ്പോൾ എല്ലുകൾ തമ്മിൽ ഉരസുന്നത് തടയാനായിട്ട്, റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി, ഈ പേശികൾക്ക് ബലം നൽകാനായിട്ട് ഈ എക്സസൈസ് ഉപയോഗിക്കാം. സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ, കൈകളുടെ നിയന്ത്രണം തിരികെ ലഭിക്കാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അങ്ങനെ പല കണ്ടീഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സസൈസാണ് ഈ വോൾ സ്ലൈഡ്. ഇത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഭിത്തിക്ക് അഭിമുഖമായി നിൽക്കുന്നു. നമ്മുടെ കൈയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ കൈമുട്ടുകൾ മടക്കി കൈപ്പത്തിയുടെ വശം, അതായത് ചെറിയ വിരലിൻ്റെ വശം ഭിത്തിയിൽ ചേർത്ത് വെക്കുക. ഒരു ടവൽ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഇനി തള്ളവിരലെന്ന് പറഞ്ഞാൽ എപ്പോഴും മുകളിലേക്കായിരിക്കണം. ഇനി നമ്മൾ സ്ലൈഡിങ് ചെയ്യുകയാണ്. സാവധാനം കൈ ഭിത്തിയിലൂടെ മുകളിലേക്ക് സ്ലൈഡ് ചെയ്യുക. ശരീരം നേരെ വെക്കാൻ ശ്രമിക്കണം. ഹോൾഡ് ചെയ്യേണ്ട, ഏറ്റവും മുകളിലെത്തുമ്പോൾ ഒരു 5 മുതൽ 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശേഷം തിരികെ വരിക. ഇനി ഇതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷ്രഗിങ് ഒഴിവാക്കുക. ഷ്രഗിങ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ കൈ ഉയർത്തുമ്പോൾ തോള് ചെവിയുടെ അടുത്തേക്ക് പൊങ്ങിപ്പോവുമല്ലോ, അത് ഒഴിവാക്കണം. അമിതമായ വേദന, ഈ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്കും കഠിനമായ വേദന തോന്നിയാൽ ആ ഉയരത്തിൽ നമ്മൾ നിർത്തുക. ബലം പ്രയോഗിച്ച് കൂടുതൽ ഉയർത്തേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ നിൽക്കുമ്പോൾ നട്ടെല്ല് വളയ്ക്കാതെയും ശരീരം ഇങ്ങനെ പുറകിലോട്ടാക്കാതെയും നിൽക്കാൻ ശ്രമിക്കുക. ഷോൾഡറിൽ സ്വെല്ലിങ്ങോ റെഡ്നെസ്സോ ഉണ്ടെങ്കിൽ എക്സർസൈസ് ചെയ്യാതിരിക്കുക.